നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 അതെന്തായാലും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഗ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഫൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ DFKയും ഈ പറഞ്ഞ അഖിൽമാരാറുമായിട്ടുള്ള ചെറിയൊരു ഫൈറ്റ് നല്ലത് തന്നെയാണ്. ബിഗ് ബോസിൽ അതായത് ബിഗ് ബോസിന്റെ പ്രേക്ഷകരെല്ലാം അങ്ങ് ഉറങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഒരു ചെറിയൊരു ഫൈറ്റൊക്കെ നല്ലത് തന്നെയാണ്. പോട്ടെ, അതിൽ ആരെ ഭാഗത്ത് ശരി ആരെ ഭാഗത്ത് തെറ്റ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും പറയും ഈ പറഞ്ഞത് നമ്മളൊരു സീസൺ തുടങ്ങുമ്പോൾ ആ സീസണിൽ ആര് നന്നായിട്ട് കളിച്ചു എന്നുള്ളതാണ്. ഇപ്പം സീസൺ 4 ആയിരുന്നപ്പോൾ റോബിനായിരുന്നു. കഴിഞ്ഞ വട്ടം പിന്നീട് ആരാണ് അഖിൽമാരാണ്. അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളവരെ സപ്പോർട്ട് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മൊത്തം നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം. അവർ പറയുന്ന വിഡിത്തങ്ങൾക്ക് കൂട്ടിരിക്കുകയാണ് നമ്മൾ. അത് ഈ വർഷവും അങ്ങനെ തന്നെയാണ്, മനസ്സിലായി. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒരിക്കൽ പറയും നമ്മൾ അവരെ ചതിച്ചു എന്നിട്ട് ഇവരെ പോയിട്ട് പറഞ്ഞു മറ്റവർ ചതിച്ചു. അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഈ സീസണിൽ നോക്കിക്കോ, ഈ സീസണിൽ ആര് കളിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അവൻ വന്നിട്ട് ഒരു വിഡിത്തം വിളമ്പി കഴിഞ്ഞാൽ അവനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതിന്റെ ആവശ്യമില്ല, മനസ്സിലായി. സീസൺ നടക്കുമ്പോൾ അത് ആരായിരുന്നു, എനിക്ക് വ്യക്തിപരമായിട്ട് അവനുമായിട്ട് ശത്രുത ഉണ്ട്, അതൊന്നും എനിക്ക് മാറ്ററേ അല്ല. ആ സമയത്ത് കളിയുടെ സമയത്ത് അവൻ കളിക്കുമെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ കളി കഴിഞ്ഞിട്ട് വിഡിത്തം പറഞ്ഞു നമ്മളതിനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ലിസ്റ്റ് പറയണേ. ഏതാണ്ട് ഒരു 10-25 പേരുടെ ലിസ്റ്റ് ഉണ്ട്. കുറേ പേരുണ്ട്. ഞാൻ എഴുതിയത് വയ്യ. കുറേ നേരം പ്രഡിക്ഷൻ പറയും. ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന കൺഫർമേഷൻ ഒരുപാട് പേർക്ക് കൊടുത്തു തുടങ്ങി. ഇന്നലെ മെഴിഞ്ഞാന്നോട്ടൊക്കെ കൺഫർമേഷൻ ഒരുപാട് കൊടുത്തിട്ട് ഇതിനകത്ത് 1-2 പുതിയ പേരുകളുണ്ട്. കിട്ടിയ കുറച്ച് പുതിയ പേരുകൾ ഏതാണ്ട് കൺഫേം ആയെന്നറിഞ്ഞ പുതിയ പേരുണ്ട്. കുറേ എണ്ണം കൺഫേം ആയവരുടെ പേര് ഇതിനകത്തുണ്ട്. ഇത് ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ ഊഹിച്ചിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. എന്നിട്ട് ഞാൻ കുറേ ലിസ്റ്റുകൾ പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പേരുകളുമുണ്ട്, പുതിയ പേരുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരെയാണെങ്കിൽ 1-2 ഫോട്ടോ കൊടുക്കാം. അത് പുതിയതായിട്ട് കിട്ടി ആരും പറയാത്ത 1-2 പേരുകളുണ്ട്. അപ്പോൾ ആ പേര് ഞാൻ അതിന്റെ ആണെങ്കിൽ ഫോട്ടോ എടുക്കാം. ബാക്കിയൊന്ന് ഫോട്ടോ ഇട്ട് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പാടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഓടിച്ച് പറയാം. രാധിക നായർ, ആദ്യത്തെ കേസ് നമുക്ക് രാധിക നായർ നമ്മുടെ മറ്റേ ഈ ഇന്നലേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കഴിഞ്ഞ സീസണിൽ ഈ പറയുന്ന റിപ്പോർട്ടറായിട്ട് വന്ന രാധിക നായർ, പിന്നെ ജാസ്മിൻ ജാഫർ, അപ്സര ആൽവി, ഷാലു മേനോൻ, ശരണ്യ ആനന്ദ്, അജുമൽ എന്ന് പറയുന്ന ഒരു മോഡലും ഫാഷൻ ഡിസൈനറൊക്കെയാണ്. അജുമൽ അതൊരു പുതിയ പേരാണ്. അതിന്റെ വേണമെങ്കിൽ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. അഞ്ജലി ഹരി, പിന്നീട് അഞ്ജലി ഹരി ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അതും ഒരു ഡാൻസറാണ്. പിന്നെ മുഹമ്മദ് ജാസിൽ, സിദ്ധാർത്ഥ് പ്രഭു, മുടിയൻ നമ്മുടെ ഋഷി, പൂജ കൃഷ്ണ, യമുന റാണി, ജീവ നമ്പ്യാർ, പിന്നീട് അനീഷ നായർ, ബിനോയ് വർഗീസ്, പിന്നെ മല്ലു ജെഡിയൊക്കെ വരുമെന്ന് അറിയത്തില്ല, എങ്കിലും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രാജീവ് രംഗൻ, പറയുന്ന നവാസ്, രാജീവ് രംഗൻ നവാസൊക്കെ എന്റെ വീഡിയോയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. അവരൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. രാജീവ് രംഗൻ, നവാസ്, അഖിൽ ആനന്ദ്, പിന്നെ ഷിജു ടാക്സ്, പിന്നീട് നയന ജോൺസൺ, അപ്സര പ്രേംരാജ്, ക്രിസ്റ്റി സെബാസ്റ്റ്യൻ, അങ്ങനെ കുറെ പേര് ഇനിയും കുറച്ച് പേരുണ്ട്. ഞാനിപ്പം എന്റെ ഓർമ്മയിലുള്ളവരൊക്കെ എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് കുറച്ച് പേരൊക്കെ കൺഫർമേഷൻ ഉണ്ട്. ആരെന്നൊന്നും പറയുന്നില്ല. കുറച്ച് പേര് കൺഫർമേഷൻ ഉണ്ട്. കുറച്ച് പേര് വരാൻ വളരെ ചാൻസ് ഉണ്ട്. ഇതിൽ കുറച്ച് പേർക്ക് കൺഫർമേഷൻ കിട്ടിയായിട്ട് നമ്മൾ അല്ലാതെ അറിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൽ കൺഫർമേഷൻ കിട്ടിയോ ഇല്ലെന്ന് അറിയില്ല. അതായത് വളരെ കൂടുതൽ, ഏറ്റവും കൂടുതൽ ഒരു 90% എബോ ചാൻസ് ഉള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ഈ പറയുന്ന അജ്മൽ ഇപ്പം 2 ദിവസം മുമ്പ് കിട്ടിയ ഒരു പേരാണ്. അതും ഈ പറഞ്ഞ പോലെ കൺഫർമേഷൻ ആവാനുള്ള വളരെ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ്. എന്തായാലും വരട്ടെ. ഈ പറഞ്ഞ നമ്മൾ ഓരോരുത്തരെ കൺഫേം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് അവർക്ക് ഒരു പാരയാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൺഫർമേഷൻ. ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഏതാണ്ട് ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ കുറേ പേരൊക്കെ കൺഫേം ആയിട്ടുണ്ട്, കുറേ പേരൊക്കെ കൺഫേം ആയി കാണും. എനിക്ക് പേഴ്സണലായിട്ട് പിന്നെ ആയി കാണുമെന്ന് ഊഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ള ലിസ്റ്റുകളാണ് എന്തായാലും കിട്ടത്. അപ്പോൾ എന്തായാലും ഇനി ഒരു 10 ദിവസം കൂടി അതിന് മുമ്പ് ഇപ്പോൾ നാളെ മറ്റത്തും കൂടി ഏതാണ്ട് ലിസ്റ്റിൽ കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും 9-ാം തീയതി ആണല്ലോ അവരുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ 9-ാം തീയതി ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ എല്ലാം ലീക്കാവും. അന്ന് തന്നെ ലീക്കാവും. 10-ാം തീയതിയാണ് നമുക്ക് അതിന്റെ പിന്നെ എപ്പിസോഡ് നമ്മൾ കാണുന്നതെങ്കിൽ 9-ാം തീയതി ഷൂട്ട് നടക്കും. 9-ാം തീയതി ഷൂട്ടിങ്ങിൽ വരുമ്പോൾ അതിനകത്ത് വരുന്ന ഓഡിയൻസ് കാണില്ല. ആ ഓഡിയൻസിൽ നിന്നൊക്കെ അപ്പം തന്നെ ടവേന വരുന്ന ഒരു ലിസ്റ്റ് അപ്പം തന്നെ എന്തായാലും പുറത്താവും. അപ്പോഴാണ് കൃത്യമായിട്ടുള്ള നമുക്കൊരു ലിസ്റ്റ് കിട്ടുന്നത്, മനസ്സിലായി. പിന്നെ കുറേ പേര് പറഞ്ഞ 3-4 പേര് പിന്നീട് ഈ പറഞ്ഞ വൈൽഡ് കാർഡൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.